ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലോടുകൂടിയാണ് ചേറൂർ രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ ദഹിപ്പിച്ചത്. ഇനി രണ്ടാമത് ചരിത്രപരമായി തന്നെ ഒരു തട്ടിപ്പ്. അതെന്താ? ഖാദി മുഹമ്മദ് രചിച്ച മുഹ്യിദ്ദീൻ മാല ശരിയല്ല എന്ന് ചാവക്കാട് പാടൂര് കോയക്കുട്ടിത്തങ്ങൾ അവരുടെ വൈദുല്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന ചരിത്ര പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താനാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത്. 1978 ഈ ചരിത്രകൃതിയുടെ ഫസ്റ്റ് എഡിഷൻ. രണ്ടാമതായി ഇപ്പോൾ ഈ 2023 ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ നടന്നു. നമ്മുടെ മലബാറിലുള്ള അനേകം പണ്ഡിതന്മാർ അവർ രചിച്ച അവരുടെ രചനകൾ, കൃതികൾ ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് അതാണ് ഇതിൻ്റെ ചർച്ചാ വിഷയം. ഇതിൻ്റെ രചന നടത്തിയത് 2 പേർ ചേർന്നിട്ടാണ്. CN അഹമ്മദ് മൗലവി, KK അബ്ദുൽ കരീം പുളിക്കൽ. 2 പേരും വഹാബി ആശയക്കാരായിരുന്നു, എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമാണ്. അവർ 2 പേർ ചേർന്ന് രചിച്ച ഈ കൃതി ഒരു ചരിത്രകൃതി എന്ന നിലക്ക് ഇതിനെ എല്ലാവരും സമീപിക്കും. ചരിത്രത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് ചരിത്രം പറയുമ്പോൾ അവിടെ നീതി പാലിക്കണം, സത്യസന്ധത കർശനമായി കാണിക്കണം. ഇത് ചരിത്രകാരന്മാർ ചെയ്യേണ്ട ഒരു വലിയ സ്വഭാവമാണ്. ഈ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന ഈ കൃതി ഇവർ 2 പേരും വഹാബി ആശയക്കാരായതുകൊണ്ട് തന്നെ ഇതിൽ ചിലയിടങ്ങളിൽ ചരിത്രം പറയുന്നതിനിടക്ക് വഹാബി ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം ചരിത്രത്തിൽ തന്നെ വളരെയധികം മറിമായങ്ങൾ നടത്തി ചരിത്രം വക്രീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിക്കാതെ, ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാതെ പല ആളുകളും ഇതിനെ ഒറ്റയടിക്ക് എല്ലാ നിലയിലും അവലംബമാക്കിക്കൊണ്ട് പുതുതായി ചരിത്രങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത ചരിത്രത്തിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. ചരിത്രത്തിൻ്റെ മറവിൽ അവർ കടത്തിക്കൂട്ടിയ, അവർ കളിച്ച വഹാബി സ്വഭാവ വേലകൾ അത് നമ്മൾ തിരിച്ചറിയണം, പറയാതിരിക്കാൻ പറ്റില്ല. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്താം. അപ്പോൾ മുഹ്യിദ്ദീൻ മാല നമുക്കറിയാം, സുന്നികൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന മാലയാണ്. അത് രചിച്ചതാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു രചിച്ച ഈ മുഹ്യിദ്ദീൻ മാല, ആ മുഹ്യിദ്ദീൻ മാലയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൻ്റെ 340 പേജിൽ പറയുന്നത് കാണാം, പരിഷ്കരിച്ച പതിപ്പിൽ. മുഹ്യിദ്ദീൻ മാല രചിക്കുവാനുണ്ടായ കാരണം 339 പേജിൽ പറയുകയാണ്. കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ത്വരീഖത്ത് വടംവലിക്ക് ഊക്ക് കൂടിയിരുന്ന ഘട്ടത്തിലാണ് മഹാനായ ഖാദി മുഹമ്മദ് ഈ മാല രചിക്കുന്നത് എന്നുള്ളതാണ്. ത്വരീഖത്തിൻ്റെ വടംവലി, അങ്ങനെ വല്ലാത്ത വടംവലി കണ്ടപ്പോൾ എന്ത് ചെയ്തു? അങ്ങിനെ വളരെ ഭംഗിയായി ഒരു മാല ഖാദി മുഹമ്മദ് എഴുതി. ആ മാല എഴുതി അങ്ങിനെ ഇതര ത്വരീഖത്തുകാരെ പരാജയപ്പെടുത്താൻ വിജയകരമായ ശ്രമം നടത്തി. ഖാദി മുഹമ്മദ് എന്നവർ മുഹ്യിദ്ദീൻ മാല എഴുതിയത് ത്വരീഖത്ത് വടംവലിയുടെ സമയത്താണ്. മറ്റുള്ള ത്വരീഖത്തുകാരെയൊക്കെ പരാജയപ്പെടുത്താൻ അദ്ദേഹം കണ്ടൊരു പണിയാണ്, ഒരു പോംവഴിയാണ് മുഹ്യിദ്ദീൻ മാല. ഇത് ചരിത്രമല്ലല്ലോ, ഇതിപ്പം അവരുടെ ആ വഹാബി ആശയം, അവരുടെ ആ സ്വഭാവം ഇതിൻ്റെ ഇടയിൽ അവർ പറയുകയാണ്. അതാണ് ഈ കൃതിയെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. തീർന്നില്ല, ഇനി ചരിത്രപരമായിട്ട് തന്നെ വലിയ കളവ് നടത്തുകയാണ്, ശ്രദ്ധിച്ചോളൂ. ശേഷം പറയുന്നു, പക്ഷേ ആ കൊച്ചു കവിത ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ മുഴുവനും അംഗീകരിക്കുവാൻ ഖുർആൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഈ യാഥാർത്ഥ്യം പ്രസിദ്ധ പണ്ഡിതനായിരുന്ന പാടൂർ കോയക്കുട്ടിത്തങ്ങൾ തൻ്റെ വൈദുല്യത്തിൽ പണ്ടുതന്നെ തുറന്നു പ്രസ്താവിച്ചിട്ടുണ്ട്. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. മുഹ്യിദ്ദീൻ മാലയിലെ ഒരു വരിയാണിത്. ഇസ്ലാമിൻ്റെ അടിത്തറയായ ഏകദൈവ സിദ്ധാന്തത്തിനും പരിശുദ്ധ ഖുർആനിൻ്റെ മൗലിക സിദ്ധാന്തങ്ങൾക്കും ഘടകവിരുദ്ധമായ ഒരു ആശയമാണ് ഈ വരി ഉൾക്കൊള്ളുന്നത്.
അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്ത് ജീവിച്ച പാടൂർ കോയക്കുട്ടി തങ്ങൾ തന്നെയും ഈ മാലയെ എതിർത്തത്. കണ്ടോ? അപ്പം ഖാദി മുഹമ്മദ് എന്നവർ രചിച്ച മൊഹിയുദ്ദീൻ മാല, ആ മാലയെ സംബന്ധിച്ച് രണ്ട് വിഷയമാണ് ഇപ്പോൾ ഇവിടെ ഇവർ നടത്തിയത്. ഒന്ന്, ആ മാല ഖുർആനിനും ഹദീസിനും ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങൾക്കൊന്നും നിരക്കൂല എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്, തള്ളപ്പെടേണ്ടതാണ്. അതാണ് അവരുടെ വഹാബി ആശയം. അത് ചരിത്രകൃതിയിൽ അവർ എഴുതി വെക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല. ഇനി രണ്ടാമത് ചരിത്രപരമായി തന്നെ ഒരു തട്ടിപ്പ്. അതെന്താ? ഖാദി മുഹമ്മദ് രചിച്ച മൊഹിയുദ്ദീൻ മാല ശരിയല്ല എന്ന് ചാവക്കാട് പാടൂർ കോയക്കുട്ടി തങ്ങൾ അവരുടെ വൈദുല്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാടൂർ കോയക്കുട്ടി തങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മഹാനുണ്ട്, മഷൂറാണ്, എല്ലാവർക്കും അറിയാം. അവർക്ക് വൈദുല്യം എന്ന് പറഞ്ഞ ഒരു കൃതിയുമുണ്ട്, അതും എല്ലാം ഇവിടെ അറിയപ്പെട്ടതാണ്. പക്ഷെ ആ വൈദുല്യം എന്ന കൃതിയിൽ ഖാദി മുഹമ്മദ് എന്നവർ രചിച്ച മൊഹിയുദ്ദീൻ മാല ശരിയല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനൊരു വാക്കതിലില്ലേ ഇല്ല. അത് വലിയ കളവാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊരു ചരിത്രകാരൻ ചെയ്യാൻ പാടുണ്ടായിരുന്നു. മൊഹിയുദ്ദീൻ മാല എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് അതിൻ്റെ വിഷയങ്ങൾ പറയുന്നതിനിടക്ക് രണ്ട് വിഷയം അവർ ചെയ്തു. അവരുടെ വഹാബി ആശയം അവിടെ പറഞ്ഞു, അതോടൊപ്പം ചരിത്രപരമായിട്ടൊരു വലിയ തട്ടിപ്പും. വൈദുല്യത്തിൽ പാടൂർ കോയക്കുട്ടി തങ്ങൾ ഖാദി മുഹമ്മദിനെ വിമർശിച്ചു, ആ മൊഹിയുദ്ദീൻ മാല വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ട് വലിയ കളവാണ് നടത്തിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്. സംഭവം ഈ കൃതി ചരിത്രകൃതിയാണ്, പക്ഷേ എഴുതിയത് വഹാബികളായതുകൊണ്ട് അവർ അതിനിടയിൽ വഹാബിസം നടത്തിക്കൂട്ടുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, മഹാനായ കുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അവർ ഇടപെട്ട യുദ്ധമാണ് ചേറൂർ പട. ആ ചേറൂർ പടയിൽ ശുഹദാക്കളായിട്ടുള്ള ആളുകൾ, ആ ശുഹദാക്കളെ ജനാസ ചേറൂരിൽ നിന്ന് 7 പേര് അവരെ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുപോയി. തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുപോയി ബ്രിട്ടീഷ് പട്ടാളം അവരെ പെട്രോൾ ഒഴിച്ച് അവരുടെ ജനാസ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവം ഉണ്ടായത്? പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിട്ട് പോലും ആ 7 പേരിൽ ഒരാൾക്കും ഒരു രോമത്തിന് പോലും പോറലേറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ അറിയപ്പെട്ട സംഭവമാണ്. കുതുബുസ്സമാൻ തങ്ങളെ കറാമത്താണത്. ഈ സംഭവം മൗലിദ് കിതാബുകളിലൊക്കെ നമ്മുടെ മുൻഗാമികൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതാണ്. വളരെ മനോഹരമായി തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ ആ സംഭവങ്ങൾ അവിടുന്ന് രചിച്ച മൗലിദ് കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ നോക്കൂ പറയുന്നത്, പട്ടാളക്കാർ ചേറൂർ രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴത്തെ തിരൂരങ്ങാടി ആശുപത്രിയുടെ അടുത്ത പറമ്പിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ദഹിപ്പിച്ചു. കണ്ടോ? പെട്രോൾ ഒഴിച്ച് ദഹിപ്പിച്ചു എന്നാ വീണ്ടും പറയുന്നു. അവന് അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. 1842 മുട്ടിച്ചിറ കലാപത്തിലെ രക്തസാക്ഷികളുടെ മൃതശരീരം പട്ടാളം അടക്കിയ സ്ഥലത്തു നിന്നും മാപ്പിളമാർ ബലമായി എടുത്തുകൊണ്ടുപോയതാണ്. അങ്ങനെയാണ് മുട്ടിച്ചിറയിൽ കബറടക്കിയത്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലോടുകൂടിയാണ് ചേറൂർ രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ ദഹിപ്പിച്ചത്. അപ്പോൾ ചേറൂർ ശുഹദാക്കളുടെ ശരീരം ദഹിപ്പിച്ചു. അവർക്ക് പിന്നെ ജനാസല്ല, അവർക്ക് പിന്നെ ഖബറില്ല, ദഹിപ്പിച്ചവനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നോക്കൂ, ചരിത്രത്തിൽ വലിയ ഒരു വങ്കത്തരം ഇവർ നടത്തുകയാണ്. നമ്മുടെ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കെ കരീമിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഈ കൃതിയെ ഒറ്റടിക്ക് അങ്ങ് അവലംബമാക്കി കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ എല്ലാവരെയും പരിഗണിക്കും, പക്ഷേ അവരുടേതായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ചരിത്ര മറവിൽ കടത്തിക്കൂട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത്തരം ആളുകളുടെ ഏത് ചരിത്രകൃതികളും, വിശിഷ്യ ഇത്തരം സംഭവങ്ങളൊക്കെ പറയുന്നിടത്ത് അവരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അവരുടെ വാക്ക് സ്വീകരിച്ചു കൊണ്ട് മാത്രം ഒരു ചരിത്രവും എഴുതാൻ പറ്റൂല. ഇനി അതുപോലെ വേറെയും പല സംഭവങ്ങൾ ഈ ചരിത്രകൃതിയിലൂടെ അവർ ഇവിടെ നടത്തിക്കൂട്ടി. മമ്പുറം തങ്ങൾക്കൊരു സൈഫുൽ ബത്താർ എന്ന കിതാബ് അവർ ആഡ് ചെയ്തു. അതൊക്കെ ഈ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഒരു കുതന്ത്ര സംഭാവനകളാണ്. സൈഫുൽ ബത്താർ എന്ന് പറഞ്ഞ കിതാബ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് മമ്പുറം തങ്ങളുടെ കൃതിയല്ല. മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു കൃതി രചിച്ചു എന്ന് മുൻഗാമികളായിട്ടുള്ള ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു രേഖയും അതിലില്ല. അതിൻ്റെ സ്വഭാവങ്ങൾ നോക്കിയാലൊന്നും അത് മനസ്സിലാകും. അത് യമനിലുള്ള
ഒരു പണ്ഡിതൻ രചിച്ചതാണെന്ന് അതിൽ തന്നെ ഉണ്ട്. അതാണ് അതിൻ്റെ രസം. പക്ഷേ ഇവർ ഇതിൽ എഴുതി വെച്ചു, മുട്ടിച്ചിറ സംഭവം നടന്നതിന് ശേഷം മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിക്കുന്നതുവരെ ഓരോ ഇന്ത്യക്കാരനും പടപൊരുതണം എന്ന് യുക്തിപൂർവ്വം സ്ഥാപിച്ചു. ആ നിലയിൽ സൈഫുൽ ബത്താർ എന്ന ലഘു ഗ്രന്ഥം എഴുതി. സൈഫുൽ ബത്താർ മമ്പുറം തങ്ങളിലേക്ക് കയറ്റിവെച്ചു. പിന്നീട് വന്ന ആളുകൾ, ആധുനിക ചരിത്രകാരന്മാരൊക്കെ മമ്പുറം തങ്ങൾ പറയുമ്പോൾ സൈഫുൽ ബത്താർ, അതിനെന്താണ് അവലംബം? അത് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം. ഇവരെന്തേ ചിന്തിച്ചിട്ടുള്ളൂ? കുത്തുബുസ്സമാൻ തങ്ങൾക്കൊരു സൈഫുൽ ബത്താർ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായാൽ അതൊരു ഉഷാറാണല്ലോ. അപ്പോൾ ആ ഒരു ഇമേജ് എടുക്കുക എന്നുള്ള നിലക്ക് ഇവരത് ഏറ്റുപിടിച്ചു. പക്ഷേ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം? സൈഫുൽ ബത്താർ എന്ന കിതാബിൽ ചോദ്യ മറുപടികളാണ്. അത് പരിശോധിച്ചാൽ കാണാം, അതിൽ ഇബ്നു തൈമിയയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ കൊടുത്ത മറുപടികളൊക്കെ എടുത്തുകൊണ്ടാണ് അതിൽ ചില മറുപടികളൊക്കെ നൽകുന്നത്. അപ്പോൾ ഇത് സൈഫുൽ ബത്താർ കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങളുടേതാണ് സ്ഥിരപ്പെട്ട് ഒരു വാർത്ത, ഒരു ചരിത്രം പുതുതായി ഉണ്ടാക്കിയാൽ രണ്ടാം റൗണ്ടിൽ കുത്തുബുസ്സമാൻ തങ്ങൾ ഇബ്നു തൈമിയനൊക്കെ അംഗീകരിച്ചല്ലോ എന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. അതിലവർ വിജയിക്കുകയാണ്. നമ്മുടെ ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, മഖ്ദൂം സഗീറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണാം നമ്മുടെ ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം. അവരുടെ കൃതിയായി ഇന്ന് പല ആളുകളും വ്യാപകമായി പറയുന്ന ഒരു കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു കൃതി സൈനുദ്ദീൻ മഖ്ദൂമിലേക്ക് ഇപ്പം വളരെ പ്രസിദ്ധമായി അവരുടെ കൃതിയായി അറിയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്കില്ല. മഖ്ദൂം തങ്ങൾ എത്ര വർഷമായി, നൂറ്റാണ്ടുകളായി അവരൊക്കെ വഫാത്തായിട്ട്. അവരെക്കുറിച്ച് ചരിത്രം പറഞ്ഞു പോകുന്ന മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. ഒരാളും അങ്ങനെ ഒരു കൃതി അവരുടേതായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പം അവരുടെ കൃതികൾ പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുകയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. മുൻകാലത്ത് അങ്ങനെ കൃതി ആരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു കൃതി ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ കൃതിയെ മഖ്ദൂം സഗീറിലേക്ക് ചേർത്തി ഇവിടെ ആ രൂപത്തിലൊരു വലിയ ഒരു ഇല്ലാത്ത ചരിത്രത്തെ ഉണ്ടാക്കി കൊണ്ടുവന്നതിൽ ഈ കൃതിയുടെ സാന്നിധ്യം ചെറുതല്ല. ഇതിൽ എഴുതി തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി മഖ്ദൂം സഗീറിൻ്റേതാകുന്നു. എന്താണ് അതിനിവർക്കുള്ള രേഖ? ഒരു രേഖയുമില്ല. എന്നിട്ടോ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി പരിശോധിച്ചാൽ അറിയാം, അതൊരു ഷീ പണ്ഡിതൻ എഴുതിയതാണ്. അതിൻ്റെ തുടക്ക ഭാഗം നോക്കിയാൽ അറിയാം. കാരണം ബീജാപ്പൂർ രാജാക്കന്മാർ അലി ആദിൽ ഷാ എന്ന രാജാവിനാണ് ആ കൃതി സമർപ്പിക്കുന്നത്. അലി ആദിൽ ഷാ എന്ന് പറഞ്ഞ രാജാവ് ശക്തനായ ഷീ പണ്ഡിതനായിരുന്നു. ആ ഷീ പണ്ഡിതനെക്കുറിച്ച് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പറയുന്നത് അള്ളാഹിൻ്റെ ദീനിനെ ശരിയായി നിലനിർത്തിയ രാജാവാണെന്നാണ്. ഇങ്ങനെ മഖ്ദൂം സഗീർ പറയുമോ? അത് തന്നെ വ്യക്തമായ രേഖയാണ്. വീണ്ടും വലിയ അബദ്ധങ്ങൾ. ഹിജ്റ 200-ന് ശേഷമാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയതെന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പറയുന്നത്. അത് ചരിത്രപരമായി വലിയ അബദ്ധമാണ്. ഇവിടെ പല പള്ളികളിലും കൊത്തിവെച്ച രേഖകളുണ്ട്. ഹിജ്റ നേരത്തെ വളരെ അധികം, ഹിജ്റയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇവിടെ ഇസ്ലാം എത്തിയിട്ടുള്ള രേഖകൾ. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഹിജ്റ 200-ന് ശേഷമാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇസ്ലാമികപരമായിട്ടുള്ള ചരിത്രത്തിൽ വലിയൊരു അബദ്ധമാണത്. ഇപ്പം ഈ അബദ്ധം ആരുടെ തലയിലേക്ക് വന്നു? മഖ്ദൂം സഗീറിൻ്റെ തലയിലേക്ക് വന്നു. ആരാണത് കൊണ്ടുപോയി വെച്ചത്? ഇവർ തന്നെ. എന്നിട്ട് പിന്നീട് മഖ്ദൂമിനെ പരിഹസിക്കുക. നോക്കൂ, ഇതിൽ കാണാം 124 അദ്ദേഹം അഥവാ മഖ്ദൂം സഗീർ ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമാണ്, ഒരു ചരിത്ര വിദഗ്ധനല്ല. മഖ്ദൂം എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈനൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അല്ലാതെ അദ്ദേഹത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു വിവരം പോരായിരുന്നു. കണ്ട, മഖ്ദൂമിനെ പിന്നെ നിസാരവൽക്കരിക്കുകയാണ്. തീർന്നില്ല, വീണ്ടും പറയുന്നു, കേരളീയരും അറബികളുമായി വർഷങ്ങളായി പുലർത്തിപ്പോന്ന ബന്ധങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഹദീസു ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ടു കിടക്കുന്നത് നാം കണ്ടതാണ്. പക്ഷേ അതെല്ലാം പരിശോധിക്കാൻ ആരുണ്ട്? സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത് കണ്ണടച്ചുകൊണ്ട് ലോകം മുഴുവൻ ഏറ്റുപറയുന്നു. കണ്ടോ? അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്
കിതാബിലുള്ളതിനും എതിരാണ്, മലബാറിൽ അറിയപ്പെട്ട ചരിത്ര വസ്തുതകൾക്കും എതിരാണ് എന്ന് പറഞ്ഞ് മഖ്ദൂമിൻ്റെ മേൽ കുതിര കയറാണ്. പക്ഷെ ആരുണ്ട് അതൊക്കെ നോക്കാൻ? മഖ്ദൂം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കുകയല്ലേ. നമ്മൾ പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞ ഈ ചരിത്രം കണ്ണടച്ചാലും വിശ്വസിക്കണ്ട. ഇവരാണത് ഉണ്ടാക്കിയത്. മഖ്ദൂം സൈർ അങ്ങനെ ഒരു കൃതി എഴുതിയിട്ടില്ല. അതിൻ്റെ വേറെയും രേഖകളുണ്ട്, അതിപ്പോൾ വിശദമായി പറയുന്നില്ല. അപ്പോൾ ഒരു കൃതിയെ മഖ്ദൂമിലേക്ക് ചേർത്തു, എന്നിട്ട് അതിൻ്റെ പേരിൽ മഖ്ദൂമിനെ ക്രൂശിക്കുക, മറ്റൊരു വിഷയം ഉണ്ടാക്കിയെടുക്കുക. ഏത്? ഷീ രാജാവിനാണല്ലോ തുഹ്ഫത്തുൽ മുജാഹിദീൻ സമർപ്പിച്ചത്. അപ്പോൾ പൊന്നാനി മഖ്ദൂമീങ്ങളും ഷിയാക്കളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പുതിയ ചരിത്രകാരന്മാർ എഴുതൽ തുടങ്ങി. ഇതിനെല്ലാം വളം വെച്ച് ഒരു പുതിയ ഇല്ലാത്ത കഥ ഉണ്ടാക്കിയെടുത്തത് ഈ ചരിത്രകൃതിയിലാണ്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ എണ്ണി പറയാൻ പലതും ഉണ്ട്. പറഞ്ഞു വന്നത്, ചരിത്രത്തിൽ നമ്മളെല്ലാവരെയും പരിഗണിക്കും, അമുസ്ലിമീങ്ങൾ എഴുതിയതും ആരെഴുതിയതും. പക്ഷേ ചരിത്രത്തിൽ വഞ്ചന നടത്തുന്ന ആളുകൾ, അതിൽ വക്രീകരണം വരുത്തുന്ന ആളുകൾ, അത്തരം ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം, തിരിച്ചറിയണം. അവർ എഴുതി വച്ചത് ഒറ്റയടിക്ക് കണ്ണടച്ച് വിശ്വസിച്ച് അതിനെ അവലംബമാക്കി പോകുന്ന രംഗം വന്നാൽ ചരിത്രത്തിൽ വലിയ അബദ്ധങ്ങൾ വരും. പുതുതലമുറ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഒരു സ്വഹീഹുൽ ബുഖാരിൻ്റെ സ്ഥാനത്താണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൂർവികരായി എഴുതി വെച്ച സ്ഥിരപ്പെട്ട പല ചരിത്രങ്ങളും ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പം ഇവർ തനിച്ചൊരു വഹാബി ആശയക്കാരായതുകൊണ്ട് ചരിത്രം പറയുന്നിടത്ത് നീതി പാലിക്കാതെ വഹാബി ആശയങ്ങളും ആ സ്വഭാവങ്ങളും ഇതിൽ കടത്തി കൂട്ടി എന്നുള്ളത് ആരോപണമല്ല, നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കൃതിയെ നമ്മൾ, പ്രത്യേകിച്ച് സുന്നികൾ, ഇതുമായി ഇടപെടുമ്പോൾ വലിയ ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വഴിയെ ആവശ്യം പോലെ ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം.